നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇതുവരെ ചെയ്ത് വന്നിരുന്ന പരിശ്രമങ്ങളൊക്കെ പതുക്കെ ഫലം കണ്ടു തുടങ്ങുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികമായിട്ട് ചെറിയൊരു പുരോഗതി വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ചെറുതാണെങ്കിലും ഉറപ്പുള്ളതാണെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന വ്യക്തികളുടെ പിന്തുണ നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഏതൊരു കാര്യത്തിലും ക്ഷമ കൈവിടാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ അതിലൂടെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളിൽ ചിലർ മാനസികമായിട്ട് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതായത് എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിച്ച് ഭയപ്പെട്ട് ഇനി നിങ്ങൾക്ക് മുന്നിൽ ഒരു വഴിയുമില്ല, ഇതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഇനി സാധിക്കില്ല എന്നൊക്കെയുള്ള ചിന്തകളാൽ നിങ്ങളുടെ മനസ്സിനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനാൽ തന്നെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പേടി, തെറ്റുപറ്റുമോ എന്നുള്ള ഭയം, അതുപോലെ തന്നെ മറ്റുള്ളവർ എന്തു പറയും എന്നൊക്കെയുള്ള ആശങ്ക, ഇവയൊക്കെ നിങ്ങളെ വല്ലാതെ തളർത്തുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും വാക്കുകൾക്കും പ്രാധാന്യം കൊടുക്കാനായിരിക്കാം ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ യഥാർത്ഥമല്ല എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ഉള്ളിലെ ഭയം കൊണ്ടും അമിതമായിട്ടുള്ള ചിന്ത കൊണ്ടും വന്ന് ചേർന്നിട്ടുള്ള ഒരു അവസ്ഥയാണെന്നാണ്. നിങ്ങളിപ്പോൾ നേരിടുന്ന മാനസിക ബുദ്ധിമുട്ടിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ധാരാളം വഴികളുണ്ടെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളിലെ ആത്മവിശ്വാസക്കുറവും നെഗറ്റീവ് ചിന്തകളും മൂലം അത്തരം വഴികളെ കാണാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളിലെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാറ്റിയാൽ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ മാറാൻ തുടങ്ങും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ സഹായവും വഴിയുമൊക്കെ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ കണ്ണ് തുറന്ന് കാണുക, നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്ത, ഭയം ഇവയൊക്കെ വിട്ടുകളയുക. തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലർക്കും സത്യസന്ധമായിട്ടുള്ള ബന്ധങ്ങൾ ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാനായിട്ട് കഴിയുന്ന, നിങ്ങളെ അംഗീകരിക്കുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഒരുപക്ഷെ അതൊരു പ്രണയമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ള ആത്മബന്ധം തോന്നുന്ന തരത്തിലുള്ള സൗഹൃദമായിരിക്കാം. എന്തായാലും അവരിലൂടെ വളരെയധികം സന്തോഷം, സമാധാനമൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ പലതിൻ്റെയും സത്യം മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന, പലതിലും ഒരു വ്യക്തത നിങ്ങൾക്ക് കൈവരുന്നൊക്കെ ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നും കാണുന്നുണ്ട്. അതായത് ദൈവം തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ഒരുപാട് കാലമായിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിലോ ഒരു തീരുമാനത്തിലോ അല്ലെങ്കിൽ ഒരു ബന്ധത്തിലോ ഒക്കെ എന്തെങ്കിലും ആശയക്കുഴപ്പം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇനി അത് മാറുമെന്നും ശരിയേത് തെറ്റേത് എന്ന് നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായിട്ട് തെളിയുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന തെറ്റായിട്ടുള്ള ബന്ധങ്ങൾ, നിങ്ങളുടെ ഉള്ളിലെ അനാവശ്യമായിട്ടുള്ള ആശയങ്ങൾ, നിങ്ങളെ വേദനിപ്പിക്കുന്ന ചിന്തകൾ, ഇവയൊക്കെ നിങ്ങളെ വിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന എല്ലാ അവസരങ്ങളെയും ഒരേപോലെ കണ്ണടച്ച് നിങ്ങൾ വിശ്വസിക്കരുത് എന്ന്. അതായത് ചില അവസരങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ ആകർഷകമായിട്ട് തോന്നാം, പക്ഷേ ഉള്ളിൽ പല ചതികളും ഒളിഞ്ഞിരിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. അതായത് ചില ആളുകൾ നിങ്ങൾക്ക് പല വാഗ്ദാനങ്ങളും വലിയ വാക്കുകളുമൊക്കെ നൽകി നിങ്ങളെ സമീപിക്കാം. പക്ഷേ
കാര്യത്തോട് അടുത്ത് കഴിയുമ്പോൾ അവർ പറഞ്ഞതുപോലെ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് മുന്നിലേക്ക് പലരും പല അവസരങ്ങളുമായിട്ടും വരാം. എന്നാൽ അതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ച് ആവേശത്തോടെ പുറപ്പെടാതെ സമയമെടുത്ത് അതിനെ നിരീക്ഷിക്കുക. നിങ്ങൾക്ക് സത്യസന്ധമാണെന്ന് തോന്നുന്നതിനെ മാത്രം സ്വീകരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ സാമ്പത്തികം കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതായത് അനാവശ്യ ചിലവുകൾ കുറച്ച് ആവശ്യമായിടത്ത് മാത്രം പണം ചിലവഴിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. സമ്പാദ്യശീലം നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിലേക്ക് വളരെയധികം ധൈര്യം വന്ന് ചേരുന്നുണ്ട്. അതായത് മുമ്പ് പേടി കൊണ്ട് നിങ്ങൾ മാറ്റി വെച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാനായിട്ടൊരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകൾക്കും ആരോടെങ്കിലും സംസാരിക്കുന്ന കാര്യത്തിലായാലും പുതിയ താമസ സ്ഥലത്തേക്കോ ജോലി സ്ഥലത്തേക്കോ അല്ലെങ്കിൽ പുതിയ ഒരു കൂട്ടുകെട്ടിലേക്കോ ഒക്കെ മാറുന്ന കാര്യത്തിലായാലുമൊക്കെ വളരെയധികം ഭയപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇനി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രവൃത്തിയിലും കാണിക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. കൂടാതെ ഇവിടെ ഈ ഒരു സമയം മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി നിങ്ങൾ ഒന്നും തന്നെ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളിലെ പോസിറ്റീവ് എനർജി കൊണ്ട് മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതാണ്. ഇവിടെ ദൈവാനുഗ്രഹം ഈ ഒരു സമയം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ഒരു അനുഗ്രഹത്താൽ നിങ്ങൾക്ക് മുന്നിൽ മറഞ്ഞിരിക്കുന്ന വഴികളൊക്കെ വെളിച്ചത്തിലേക്ക് വരുന്നതാണ്. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ പതുക്കെ നീങ്ങാനായിട്ട് തുടങ്ങുന്നതാണ്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലർക്കും ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ ചില മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്ന, ചിലരുടെ കള്ളത്തരങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ചിലരുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാട്ടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അതുപോലെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.